നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു മുദ്രയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഉത്തരബോധി മുദ്ര, മുദ്ര ഓഫ് എൻലൈറ്റ്മെന്റ് എന്നാണ് ഈ മുദ്രയെ പറയപ്പെടുന്നത്. കൂടാതെ ജസ്റ്റർ ഓഫ് പെർഫെക്ഷൻ എന്നും ഈ മുദ്രയെ അറിയപ്പെടുന്നുണ്ട്. പൂർണ്ണതയുടെ പര്യായം അല്ലെങ്കിൽ പൂർണ്ണതയുടെ മുദ്ര എന്ന് പറയപ്പെടുന്നു. നവവെളിച്ചത്തിന്റെ ഒരു മുദ്രയായിട്ട് ഇതിനെ അറിയപ്പെടുന്നു. വളരെയധികം ഗുണങ്ങളുള്ള ഈ മുദ്രയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഉത്തരബോധി മുദ്ര പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. നമുക്ക് ഉത്തരബോധി മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അന്ധകാരത്തിന്റെ ഭയം ഇല്ലാതായി പ്രത്യാശയുടെ കിരണങ്ങൾ നമ്മളിലേക്ക് തെളിഞ്ഞു വരുന്നത് പോലെ ഈ മുദ്ര ചെയ്യുന്ന ഒരാൾക്ക് ഭയം ഇല്ലാതാവുകയും മനസ്സിലേക്ക് ഭയത്തിന്റെ ലെവലേശം കടന്നു വരാതിരിക്കുകയും മനസ്സിന് അത്യധികം ധൈര്യവും സന്തോഷവും ഒക്കെ ലഭിക്കുകയും ശരീരത്തിനും മനസ്സിനും ഒക്കെ പൂർണ്ണതയും ലഭിക്കുകയും ചെയ്യുന്നതിന് ഈ മുദ്ര നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇരുളിന്റെ അഥവാ അന്ധകാരത്തിന്റെ പേടിപ്പെടുത്തുന്ന ഭയാശങ്കകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാകാനായിട്ട് പ്രകാശത്തിന്റെ കിരണങ്ങൾ എപ്രകാരം നമ്മളിലേക്ക് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ഈ മുദ്ര നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ഭയത്തിന്റെ എല്ലാ തരത്തിലുമുള്ള അന്ധകാരത്തെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. നമുക്കിനി ഈ മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം. മുദ്ര ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ടുള്ള യോഗാസനം സ്ഥിതിയിലിരിക്കുക. സിദ്ധാസനം, സുഖാസനം, സ്വസ്തികാസനം, പത്മാസനം, വജ്രാസനം തുടങ്ങി ഏതെങ്കിലും ഒരു സിറ്റിംഗ് പോസ്റ്ററിൽ ഇരിക്കുക. അതിന് സാധിക്കാത്തവർ കസേരയിലോ മറ്റേതെങ്കിലും തലത്തിലോ സ്വസ്ഥമായിട്ട് അവനവന് സാധിക്കുന്ന രീതിയിൽ ഇരിക്കുക. നട്ടെല്ല് നിവർത്തിയിരിക്കുക. മനസ്സും ശരീരവും എല്ലാം ശാന്തമാക്കുക. അതിനുശേഷം നമുക്ക് മുദ്രയിലേക്ക് കടക്കാം. ഇരു കൈകളും ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് ഈ മുദ്ര ചെയ്യേണ്ടത്. അതിനായിട്ട് തള്ളവിരലിന്റെ ഈ ഭാഗം ആദ്യം ഇതേപോലെ അമർത്തിപ്പിടിക്കുക. തള്ളവിരലിന്റെ പകുതി വരെയുള്ള ഭാഗങ്ങള് പരസ്പരം ഇതുപോലെ അമർത്തിപ്പിടിക്കുക. ചൂണ്ടുവിരലിന്റെ ഭാഗങ്ങൾ ഇതുപോലെ ചൂണ്ടുവിരൽ മുഴുവനായിട്ട് ഈ രീതിയിൽ അമർത്തി വെക്കുക. തള്ളവിരലും ഇപ്രകാരം അമർത്തി വെക്കുക. അതിനുശേഷം മറ്റ് 3 വിരലുകളും ഇപ്രകാരം കോർത്തു വെക്കുക. കോർത്തു വെച്ചതിന് ശേഷം ഇതേ രീതിയിൽ തള്ളവിരലുകളും ചൂണ്ടുവിരലുകളും പരസ്പരം അമർത്തി വെക്കുക. ചൂണ്ടുവിരൽ എവിടം വരെ അമർന്നിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. തള്ളവിരലിന്റെ ആദ്യ പകുതി വരെയും ചൂണ്ടുവിരലുകളുടെ മുഴുവൻ ഭാഗവും അമർന്നിരിക്കുക. മറ്റു വിരലുകൾ ഇപ്രകാരം പരസ്പരം കോർത്ത് കൈയുടെ പുറം ഭാഗത്ത് അമർത്തി വെക്കുക. കൈവെള്ള ഇപ്രകാരം പരസ്പരം അമർന്ന് ഇരിക്കാത്ത രീതിയിൽ, അടുത്തിരിക്കാത്ത രീതിയിൽ അകത്തി വെക്കുക. അതിനുശേഷം ഈ മുദ്ര പിടിച്ചുകൊണ്ട് കൈ നാഭിക്ക് സമീപത്തായിട്ട് വെക്കുക. നാഭിക്ക് സമീപത്തായിട്ട് വെച്ചതിന് ശേഷം സ്വസ്ഥമായിട്ട് കണ്ണുകൾ അടച്ചോ കണ്ണുകൾ അടയ്ക്കാതെയോ ഇരുന്നുകൊണ്ട് ശ്വാസഗതി ശ്രദ്ധിക്കുക. സാധാരണ ശ്വാസത്തില് 5 മുതൽ 15 മിനിറ്റ് വരെയോ, കൂടുതൽ സമയമുള്ളവര് 45 മിനിറ്റ് വരെയോ ഈ മുദ്ര പിടിച്ചുകൊണ്ട് ഇരിക്കുക. നമ്മളുടെ മനസ്സും ശരീരവും ശാന്തമാക്കി ശ്വാസഗതിയെ ശ്രദ്ധിച്ചുകൊണ്ട് ഏകാഗ്രമായിട്ട് ഈ മുദ്ര ചെയ്താൽ നിരവധി ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നതാണ്. മനസ്സിനെയും ശരീരത്തിനെയും ഭയാശങ്കകൾ ഇല്ലാതാക്കി ഒരു നവീനമായ വെളിച്ചം നമ്മളുടെ ഉള്ളിലേക്ക് നിറയുന്നതിന് ഈ മുദ്ര സഹായിക്കുന്നതാണ്. ഈ മുദ്ര നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം, എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് നിഷ്ഠകളില്ല. ഇനി നമുക്ക് ഈ മുദ്ര ചെയ്താലുള്ള പ്രയോജനങ്ങൾ ഒന്ന് പരിശോധിക്കാം. വിപരീത ചിന്തകൾ ഇല്ലാതാക്കി, മനസ്സിലെ ഭയാശങ്കകളെല്ലാം തന്നെ ഇല്ലാതാക്കി ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നതോടൊപ്പം സന്തോഷവും പ്രസരിപ്പും വർദ്ധിപ്പിക്കാനും ഈ മുദ്ര നിങ്ങളെ സഹായിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിനും പ്രത്യേകിച്ച് ബ്രെയിനിനും ഒക്കെ വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നതാണ് ഈ മുദ്ര.
കൂടാതെ മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഈ മുദ്രയെ നിത്യം ചെയ്യുക. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തെ മനസ്സിലാക്കുക. നമ്മളുടെ ശരീരത്തിനും മനസ്സിനും കിട്ടുന്ന അതീന്ദ്രിയമായ കഴിവുകളെ പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും ഈ മുദ്രയുടെ പ്രയോജനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.